എന്താ പത്രം ഇത്ര വൈകിയത്? ഇന്ന് പത്രം കൂടുതൽ ചിലവായി. അതെന്താണോ? ഇന്ന് ചുംബന സമരം ആയതുകൊണ്ട് കൂടുതൽ പത്രം അച്ചടിക്കേണ്ടി വന്നു. ചുംബന സമരം. മോളെ ജയന്തി, ഇന്ന് ചായൊന്നും ഇല്ലേ? ദാ കൊണ്ടുവരണോ മുത്തശ്ശ. ദാ കൊച്ചിയിൽ ചുംബന സമരം. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. 16 പേർക്ക് പരിക്ക്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയുണ്ട് ഒരു സമരം, ചുംബന സമരം. മോളെ, ഈ ചുംബന സമരവും സദാചാര പോലീസും ഒക്കെ പണ്ടും ഉണ്ടായിരുന്നു. അതെയോ? ഉണ്ടായിരുന്നു മോളെ. ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കൺമുന്നിലെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. നേരാണോ മുത്തശ്ശ? നേരാണോന്നോ? നാഗശ്ശേരി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഈ കുശവന്മാരുടെ ഒരു ഗ്രാമം. ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതന്നെ. അവർക്ക് അവരുടേതായ കുറെ ആചാരങ്ങളുണ്ടായിരുന്നു. അവരാണ് നമ്മുടെ യഥാർത്ഥ കഥാപാത്രങ്ങൾ. ഈ നാഗശ്ശേരിക്കാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്യാൻ അവർക്കൊരു നേതാവുണ്ടായിരുന്നു. അവനാണ് അളഗിരി. പത്താളുടെ പണി ഒറ്റയ്ക്കെടുക്കുന്നവൻ, കാര്യരുമ്പിന്റെ ശക്തിയുള്ളവൻ. നാഗശ്ശേരിക്കാർക്ക് അവനെ പേടിയായിരുന്നു. അളഗിരിയെ ഈ കഥയ്ക്കൊരു ത്രില്ലുണ്ട്. ഈ അളഗിരിക്കൊരു കൂട്ടുകാരനുണ്ട്, കുന്ദൻ. ഇവരുടെ പേര് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടല്ലോ. അളഗിരി, കുന്ദൻ. ഇനിയുണ്ട് പേരുകൾ. ബബ്ബടി, ഗഗ്ഗാടി, ചേന്തൻ, ചോപ്പൻ, അങ്ങനെ പോവും. മുത്തശ്ശൻ ഇവരൊക്കെ അടുത്തറിയാമോ? ഇവരാണോ ചുംബന സമരം നടത്തിയത്? മോളെ ജയന്തി, സമരങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മളെല്ലാം നേടിയെടുത്തത്. സമരങ്ങളിൽ കൂടെ തന്നെ ഇനിയും നേടാൻ പറ്റൂ. അളഗിരി പോലുള്ള ധൈര്യശാലികൾ അന്നതൊറ്റയ്ക്ക് ചെയ്തു. ഇന്നത്തെ തലമുറ അത് കൂട്ടത്തോടെ സാധിക്കുന്നു. മുത്തശ്ശ, ആ കഥയെന്ന് എനിക്ക് പറഞ്ഞുതരുമോ? അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അവരുടെ കളിമണ്ണും അവരുടെ കൈകളും കൂടി ചേരുമ്പോൾ പിറവിയെടുക്കുന്നത് മനോഹരമായ രൂപങ്ങളാണ്.
ആരാണ്? നീ എന്താ ചിരിച്ചു പഠിപ്പിക്ക? എനിക്ക് ഈ വിദ്യ ഒന്ന് പഠിക്കണം. എന്താ പഠിപ്പിച്ചു തരാവോ അളഗിരി ചെട്ടിയാരെ? എന്റെ പേര് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഈ അളഗിരി ചെട്ടിയാരെ കുറിച്ച് എല്ലാം അറിയാം. എല്ലാം. വാ, എന്റെ അടുത്തേക്ക് വാ, എന്നെ പഠിപ്പിച്ചതാ. എന്നായിരിക്കും ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഞങ്ങൾ ചെട്ടിയന്മാരുടെ പണിയാണ്. നിനക്ക് എങ്ങനെ തോന്നി ഇത് പഠിക്കാന്? ശരി, കൈക്കൊണ്ടാ. അങ്ങനെ നല്ല സുഖമുള്ള പണിയാണ്. എന്നും വരുമോ? പഠിപ്പിച്ചു തരാ. എന്താണല്ലേ? ഓ, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായി. ചേച്ചി ചട്ടി മേടിക്കാൻ ചേച്ചി. ചേച്ചി കലം കലം ചട്ടി. ന്യായവില ന്യായവില തന്നാ ചേച്ചി. വന്ന് വാങ്ങിക്കേ ചേച്ചി. ന്യായവില മതി ചട്ടി കലം. വന്ന് നോക്കി ചേച്ചി, വന്ന് നോക്കി എടുക്കി. നിങ്ങൾ നോക്കി എടുത്തിട്ട് ന്യായവില തന്നാ മതി ചേച്ചി. വരും ചേച്ചി, ഇങ്ങോട്ട് വരും ചേച്ചി. ന്യായവില ചേച്ചി, ന്യായവില ചട്ടി കൂട നിങ്ങൾ നോക്കി എടുത്താ മതി. ന്യായവില തന്നാ മതി. വന്നോണി ചേച്ചി, വന്ന് നോക്കി എടുത്താ മതി ചേച്ചി. നല്ലത് നോക്കി എടുത്താ മതി ചേച്ചി. ന്യായവില ഉള്ള വില തന്നാ മതി ചേച്ചി. എടുക്കും ചേച്ചി. ഇനി വരും ചേച്ചി. ഇതെടുക്കും. നല്ലതാണ് ചേച്ചി. നോക്കിയെടുത്താ മതി ചേച്ചി. ന്യായവില നോക്കി എടുക്കും ചേച്ചി. ചട്ടി കലം നോക്കിയെടുത്താ മതി ചേച്ചി. ആവശ്യമുള്ള എടുത്തോളൂ ചേച്ചി. മാഡം വരണം. മാഡം ചേച്ചി ഇഷ്ടമുള്ള എടുത്തോളൂ ചേച്ചി. ഇതൊക്കെ പണി തീർത്ത് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാ. ചേച്ചി വരും ചേച്ചി. ചട്ടി ഇതെടുത്തോണ്ട് പോവും. അമ്മേ, ഇതിനെ കുറിച്ച് പഠിക്കാൻ വന്നതാ. ഇത് അളഗിരിയുടെ അമ്മ. അമ്മ ഇതൊക്കെ നോക്കി നടത്തുന്നത്. എന്ത് സഹായം വേണ്ടി ചോദിക്കാട്ടോ. അതിനകത്ത് ഇതിന്റെ പണിയൊക്കെ തന്നെ നടക്കുന്നത്. അത് കണ്ടോ? പിന്നെ ആ ഭാഗത്തും ചേരിയാ. അവിടെയൊക്കെ ഇതിന്റെ പണിയാ നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ഇതിന്റെ ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വിദ്യ. ഇത് കണ്ടോ? ഈ കാണുന്ന ചട്ടികളൊക്കെ ഈ കൂടയിൽ വെച്ചാ വിൽക്കാനായിട്ട് തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിനി കാണാം. തള്ളല്ലേട്ടാ, ഇതൊക്കെ കണ്ടതല്ലേ? നീ അങ്ങോട്ട് പോ. നമുക്കിനി ആ വശത്തേക്ക് പോവാം. നീ അങ്ങോട്ട് പോയിക്കോ. ഇത് പിടി. 1 2 ഇതൊന്നും ഇവിടെ നടക്കില്ല. എന്താണ് ഇംഗ്ലീഷുകാരി മുരട്ട് കേട്ടാ നീ? ഇപ്പൊ പൊക്കോണവിടുന്ന്. ഈ കുന്ത്രാണ്ടം പിടുത്തം ഇപ്പൊ നിർത്തിക്കോണം. എന്താണത്? എന്താ മെമ്പർ ഇത്? അവിടെ ഒരു കുന്ത്രാണ്ടം പിടുത്തം പിടിച്ചോണ്ട് പോടാ നിന്നെ. അവൾ ഈ നാട്ടുകാരിയല്ലേ? അവരെന്നെ ഒന്ന് നേരത്തെ കണ്ടിരുന്നതാ. ആ മെമ്പറും കൂട്ടരും ചേർന്ന് നമ്മുടെ ഗ്രേഷ്യനെ തൂക്കിക്കൊണ്ട് പോയി. അയ്യോ പാവം കൊച്ചു. അയ്യോ
അളഗിരി പ്ലീസ് അളഗിരി അളഗിരി പ്ലീസ് ഹെൽപ്പ് മീ അളഗിരി വാ വിട്ടോ, അളഗിരി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവൻ പോകും. നീ എന്താണോ ചെയ്യുന്നേ? ഞാൻ ചത്തുപോയി തീർച്ചാടാ. ഞാനിങ്ങോട്ട് ഇരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ധൈര്യം നടന്നായേ? ഇവര് നമ്മുടെ നാട്ടുകാരല്ല, വിരുന്നുകാരെ. നീ പഞ്ചായത്ത് മെമ്പർ, ഇവരെ രക്ഷിക്കേണ്ടത് നീയാണെന്നായേ. ഉനക്ക് ഉയിര് വേണമോ? പോയിടേ അളഗിരി சொல்றே. ഓടാ കൊല്ലല്ലേ, വീണ്ടും കൊല്ലല്ലേ. ഓടാ, കണ്ണൂർ കാണരുത്. ഒന്നും വിഷമിക്കണ്ട, അളകിരി. വാ. അയ്യോ അയ്യോ കൊല്ലലേ, അയ്യോ. എന്നെ ഊത്തിരിക്കല്ലോ പെരുമാളെ. എന്റെ കിടപ്പാട് മരുന്നുകൾ എടുത്തിട്ട് പറഞ്ഞ പലിശ ഞാൻ തന്നിട്ട് யாரடா இந்த கும்பாரிய இம்மாதிரி வேலை செய்த? போட்டுக்கணும், நீயாடா? அதான் நீயாடா? அழாதே. யாருமே இந்த கும்பாரிய இனிமே கை வைக்க கூடாது, புரிஞ்சுதா? அழாத கண்ணா, நீ போயிட்டு இனிமே கும்பாரி ஒண்ணுமே தரக்கூடாது. போடா. പെരുമാളെ, എന്റെ കുടിയുടെ ആധാരം എനിക്ക് കിടക്കയിടയില്ല പെരുമാളെ. എന്റെ കുടിയുടെ ആധാരം நான் மறந்து போயாச்சு. உன்னுடைய ஆதாரம் எங்கிட்ட தானே? ஒரு நிமிஷம் கண்ணு. டேய், பிரச்சனை வேல்யூ. நீ உள்ள போய் அவன் ஆதாரம் எடுத்து வா. ഓ ആയിക്കോട്ടെ. എടാ കുമ്പാരി, നിന്റെ കാര്യക്ക പെരുമാളെടുക്ക പറഞ്ഞിട്ട് കേട്ടാ. വേഗം ആധാരം മേടിച്ചിട്ട് പോടാ. നന്ദിയുണ്ട് പ്രസിഡന്റ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല പ്രസിഡന്റ്. வேண்டையா? உனக்கு ஆதாரம் வேண்டையா? என்ன பிரசிடண்ட், நான் வந்து ஸ்நேகம் கொண்டு ஒரு நல்ல காரியம் செய்யாது வச்சா கத்தி கண்டு பயத்திருக்க. எட தாயே, நீ இந்த பிரச்சனத்தை பத்தி அழகிரியோட சொல்லி இல்லையா? நீ எந்த விசாரிச்சடா? நான் இந்த பெருமாள் வெறும் மண்டன் நடந்தடா. இந்த நாகச்சேரியில ஒரு இலை இறங்கியால் நான் அறியும். அத்தான்டா பெருமாள். தூக்கி எடுத்து சூளை போட. இதாண்டா பெருமாள். பெருமாளை
എന്താണ് തള്ളേ, നിങ്ങളെല്ലാം കഴിച്ചാ? ഓ ഞാൻ എങ്ങനെ കഴിക്കണേ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടാ മകനെ, നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന എങ്ങനെ ഞാൻ കഴിക്കണേ? ഓ എന്തൊരു സ്നേഹം തള്ള. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തള്ളക്ക് മറുപടി ഇല്ല. എന്താണ് നിനക്ക് മറുപടി പറയണത്? എനിക്ക് ഇങ്ങനെ സ്നേഹമൊന്നും വേണ്ട. നീ ഇത് കുടിക്കടാ മകനെ. ഓ തള്ള പോയി വല്ലതും കഴിക്കി, ഞാൻ പിന്നെ കുടിച്ചോളാം. കുടിക്കടാ മകനെ, എന്നിട്ട് ഞാൻ പോയി കഴിക്കാം. ഓ ഈ തള്ള ചോദിച്ച കാര്യം. എന്താണ് കുട്ടി? അണ്ണാ നമ്മളെ കുന്തിനെ കാണാനില്ലണ്ണാ. എന്താണ് നീ പറഞ്ഞത്? നമ്മളെ കുന്തിനെ കാണാനില്ലണ്ണാ. ഇങ്ങോട്ട് പാടി. മോളെ കുന്തി, മോളെ ഒന്ന് നോക്കടാ. എന്താണ് നോക്കിക്കണത്? ശരിക്കും നോക്കടാ. മോളെ അണ്ണാ ദേ കുഞ്ഞിന്റെ പാത്രം ഉണ്ടോ? അവൾ ഇവിടെ എവിടെ കാണുമെന്നാ? അപ്പൊ അവിടെ ഉണ്ടോ? അവിടെ ഇവിടെ എല്ലാം നോക്കാണ്ണ. മോളെ വിലയാടി മോനെ. ഇപ്രാവശ്യം ആളെങ്കിലും എന്നെ വെറുതെ വിടുന്നു. ഇനി ഒരു പ്രാവശ്യത്തിൽ കണ്ടാൽ മക്കളെ കിടന്നു കിടന്നു കരയണ്ട കേട്ടോ. ചൂളക്കി വെക്കും ഞാൻ. ഓടാ. മോള് കരയണ്ട കേട്ടോ. മോള് കരയണ്ട കേട്ടോ. മോള് കരണ്ടട്ടാ. മാമ്പാ പൊടിച്ചാ മാമ്പാ പൊടിച്ചാ. കരണ്ട കരണ്ട.
ചേന്നാ അണ്ണാ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്ക്. എനക്ക് എന്റെ ഒരു ചായ. ശരി അണ്ണാ. അവന്റെ ഒരു ചായ. കുന്ത ഗംഗാളി പലയടി. അയ്യോ അണ്ണാ. അയ്യോ അണ്ണാ വേണ്ട അണ്ണാ. അണ്ണാ അണ്ണാ നിങ്ങൾ ക്ഷമിച്ചണ്ണാ. ഗംഗാടി നീ എന്റെ കഞ്ഞൂടി പൊട്ടിക്കാതെ ഒന്ന് പോടപ്പാ. അവൻ നന്നാവില്ല. അവൻ എന്നെ കാണുമ്പോ കടിയാണ്, അസൂയ. ഈ നാഗശ്ശേരിക്കാർക്ക് ഒരു രക്ഷ ഈ അളകി തന്നെയാടാ. എന്താ മന്ത്രി വന്നു ആരണ്ട വർത്തനം പറഞ്ഞത് നാട്ടിലേക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട്? ഞാൻ തന്നെ വേറെ ആർക്കെങ്കിലും ധൈര്യം വന്നടാ. നമ്മളുടെ ആൾക്കാർ പറഞ്ഞാലേ കലാകാരന്മാരാണ്. നാടകക്കാർക്കാ പറഞ്ഞു, സിനിമാക്കാർക്കാ പറഞ്ഞു, അതെ ഇങ്ങനെ ഡാൻസ് ആടുന്നവർക്കാ പറഞ്ഞു. നമ്മളുടെ ആൾക്കാർക്ക് എന്താണ് ഉള്ളത്? പണ്ടടങ്ങാൻ അതന്നെ വർത്തമാനം പറയണം. ശരി ആരാണുള്ളത് പറയാൻ? ആളുകൾ തന്നെയുള്ളത്. എന്താ കുലത്തൊഴിൽ ചെയ്യാനേ മണ്ണ് വേണം, കളിമണ്ണ്. അതെടുക്കാൻ പോകുമ്പോ അവിടെ എടുക്കാൻ പറ്റില്ല, അത് കുളമാണ്, ഇവിടെ എടുക്കാൻ പറ്റില്ല, പാടമാണ്, ലൈസൻസ് വേണം, അവന്റെ അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയണം. ഈ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് നമ്മള് മണ്ണെടുത്ത് കുഴച്ച് ഉരുട്ടി ഉരുട്ടി പാത്രം ഉണ്ടാക്കിക്കൊണ്ടില്ലുമ്പോ വില കൂടുതൽ 2 രൂപ തരുള്ളൂ, മാത്രം കിട്ടും. അണ്ണൻ പറഞ്ഞത് ശരിയാണ്. തന്നെ ചെയ്യാം. അത് തന്നെ അല്ലേ? ഇതൊക്കെ നമ്മളാരോട് പറയാൻ? ഇതിന്റെ ഇടയ്ക്കാണ് ഈ ഗംഗാടി പോലുള്ള മാരണങ്ങള്. അതെ വാട ചെന്നാ എന്റെ ഒരു സ്പെഷ്യൽ ചായ എടുക്ക്. തരണ. പെരുമാളെ മേടിച്ച കാശ് എങ്ങനെയെങ്കിലും തരാം. പെരുമാളെ എന്നെ ഉപദ്രവിക്കാതെ, പെരുമാളെ എന്നെ ഉപദ്രവിക്കാതെ. പെരുമാളണ്ണ വിറ്റ കാശ് കിട്ടാൻ എന്താന്ന് വെച്ചാ എടുക്കാൻ നോക്ക. എന്താ? അയ്യോ നിന്റെ വയറ്റിപ്പഴപ്പാണ്. പെരുമാളിന്റെ പണം ഇപ്പൊ കിട്ടണം. അണ്ണാ അളഗിരി അണ്ണാ. പെരുമാള് പെരയാടി. അളഗിരി നീ എന്താണ്ട നനച്ചത്? ഞങ്ങളുടെ ആളുകളെ ഏമാത്തി പലിശ പിടുങ്ങി കോടീശ്വരനാവാൻ നനച്ചിട്ടാടാ. നടക്കാതാ இந்த அழகிரி இங்க உயிரோடு இருக்கும்போது நடக்காது. பெருமாளை இனி இந்த ஊர்ல ஒரு ஆளோட மேல நீ கை வச்சா உன்னோட கைய வெட்டும். அழகிரி கண்ணா அமைதியடா அமைதி. உனக்கு இந்த பெருமாள் யாருன்னு தெரியலடா நாயே. தெரியும்டா, நல்லா தெரியும். பாத்தியாடா பாவத்தினே, ஞாபகம் இருக்கடா? അവന്റെ സ്വത്ത് പൂരാ എടുത്താച്ച്, പൊണ്ടാട്ടി കൂട്ടിട്ട് പോയാച്ച്. ഇപ്പോ പൈത്തക്കാരൻ മാതിരി അലഞ്ഞിട്ടിരിക്ക്. கண்ணா இம்மாதிரி பேசலொன்னும் பெருமாளுக்கு வேண்டடா. நீ என்ன சொன்ன? பெருமாள் பொலையாடினா? அழகிரி செட்டியாரே, எனக்கு என்ன அறியிല്ല. நான் திரும்பி வரும் உன் காலனாயிட்டு. பிரச்சனை கழிச்சு வாடா கண்ணா. பாத்துக்கோ.
എന്തൊരു ചന്തമാണേ. കരുമാടിക്കുട്ടന്റെ കരളിലെ പൊന്നായി എന്നും വാഴും ഞാൻ, എന്നും വാഴും ഞാൻ. കണ്ണിനു കണ്ണായ എന്നെ എനിക്ക് സ്വന്തം, എനിക്ക് സ്വന്തം. നീ നല്ലവനാണേ, നീ സുന്ദരനാണേ, നീ നല്ലവനാണേ, നീ സുന്ദരനാണേ. നീ എനിക്ക് മാത്രം ദൈവം തന്നൊരു ഭാഗ്യമാണയ ഭാഗ്യം, ഭാഗ്യമാണയ ഭാഗ്യം. കുഞ്ഞിപ്പെണ്ണേ ഹായ്, കുഞ്ഞിപ്പെണ്ണേ ഹായ്, കുഞ്ഞിപ്പെണ്ണേ നിന്നെ കാണാൻ എന്തൊരു ചന്തമാണേ, എന്തൊരു ചന്തമാണേ. തത്തമ്മ ചുണ്ടുള്ള കള്ളിപ്പെണ്ണേ എന്നെ കെട്ടിപ്പിടിക്കാമോ, തൊട്ടുരുമിക്കാമോ. തത്തമ്മ ചുണ്ടുള്ള കള്ളിപ്പെണ്ണേ എന്നെ കെട്ടിപ്പിടിക്കാമോ, തൊട്ടുരുമിക്കാമോ. കരളിനു കരളായ നിന്നെ എന്തിനു സ്വന്തം, ഏതിനു സ്വന്തം. നീ സുമുഖനാണേ, നീ മച്ചുവനാണേ, നീ സുമുഖനാണേ, നീ മച്ചുവനാണേ. നീ എനിക്കു മാത്രം ദൈവം തന്നൊരു പുണ്യമാണയ പുണ്യം, പുണ്യമാണയ പുണ്യം. കുഞ്ഞിപ്പെണ്ണേ ഹായ്, കുഞ്ഞിപ്പെണ്ണേ ഹായ്, കുഞ്ഞിപ്പെണ്ണേ നിന്നെ കാണാൻ എന്തൊരു ചന്തമാണേ, എന്തൊരു ചന്തമാണേ. കുഞ്ഞിനുണ്ടോ ചന്തം, പണവനുണ്ടോ ചന്തം. നിനക്കു മാത്രം ദൈവം തന്നതു ചന്തമാണടി ചന്തം, ചന്തമാണടി ചന്തം. കുഞ്ഞിപ്പെണ്ണേ ഹായ്, കുഞ്ഞിപ്പെണ്ണേ ഹായ്, കുഞ്ഞിപ്പെണ്ണേ നിന്നെ കാണാൻ എന്തൊരു ചന്തമാണേ, എന്തൊരു ചന്തമാണേ, എന്തൊരു ചന്തമാണേ, എന്തൊരു ചന്തമാണേ, എന്തൊരു ചന്തമാണേ, എന്തൊരു ചന്തമാണേ. നീ ഈ ചായ കൊണ്ടുപോയി കൊടുക്ക്. എന്തായാലും മൂന്നാളും നല്ല മനസ്സിലാണ, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല പ്രവൃത്തി ചെയ്യൂ. നീ സംസാരിച്ച് നിൽക്കണ്ട് ചായ കൊണ്ടുപോയി കൊടുക്കടാ. டேய் கண்ணா சக்கரை നല്ല போட்டுடா. പോട്ടിട്ടാണ് ചക്കര. കിട്ടിയവര് മാറി നോളി. கண்ணா கக்காடி அந்த அழகிரி வந்துட்டு இருக்கடா. அவன் வரட்டும், வந்து பார்க்கட்டும், பார்த்து படிக்கட்டுடா. என்ன பிரச்சனை சரியല്ലേ? ഇതെന്താണ്ട കണ്ണൻകുട്ടി, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്ക്, പെരുമാറണ്ണ ഇരിക്ക്, ഇതാര് കക്കാടിയാ അരിഞ്ചാക്കിരിക്കടാ. എന്താണത് കക്കാടി, അറിവ് തരണമാ. നല്ല വേലായി പോச்சு. என்ன പ്രസിഡന്റ്, നീ നല്ലായി പോച്ചടാ. നന്നവൻ തീരുമാനിച്ച നീ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതെന്നാടത്? എന്താ അളഗരി, കൊഞ്ച അരി എടുക്കട്ടാ. ഓടെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, അത് നീ നാട്ടിൽ കൊടുക്കടാ. ആളുകളുടെ വീട്ടില് പട്ടിയൊന്നുമില്ല. 8ാമത്തെ വയസ്സില് അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, ഇതെന്താണ്ട പ്രസിഡന്റ്, ഇത് അരിയാടാ. എങ്കെന്ത് കിടച്ചത് നല്ലത് എങ്കേടാ. എല്ലാവരുടെ ഞാൻ പറയണ്, അരി തിരിച്ചു കൊടുത്തോളൂ എല്ലാവരും. ഇതെല്ലാം കഴിച്ചിട്ട് പള്ളക്ക് കേടെടുത്തണ്ട. പ്രസിഡന്റ്,
എങ്കട നല്ലരി സർക്കാർ തന്നാരി നീ വീട്ടിൽ വെച്ചിട്ട് അതോ വെച്ചിട്ടാടാ പെരുമാള് இந்த നാർനരി ഈ പാവം കൊടുത്തിട്ട് എന്നാണ് പ്രശ്നം നീ നക്കി നോക്കടാ ഓ നായേ എടാ അളഗിരി, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, നീ അനുഭവിക്കും. டேய் கண்ணா பைத்தியக்காரா போடா நாயே, இங்க அறிவி தரணும் இந்த பெருமாள் நடத்துமிடா. அது செருக்க நீ யாருடா? டேய் பங்காளி, பஞ்சாயத்து பிரசிடென்ட் அடிச்சு கொல்லடா இந்த நாயே. கடைக்கு முன்னாடி சண்டை போட்டா எனக்கு வேண்டாம் சொல்லுங்க, வேண்டாம் சொல்லுங்க. போடா ഇനി ആരാണ്ടുള്ളത്? പെരുമാൾ പട്ടി അഴകിനെ തല്ലി ജയിക്കാൻ இருக்கடா, இந்த பெருமாள் உயிரோட இருக்கடா. வாடா பெருமாளே, உனக்கு உயிர் வேணவா? போயிடு. கண்ணா, நான் இப்ப போறேன், திரும்பி வரும் உனக்காய் பார்த்துக்கோ. கண்ணா, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. അളഗിരി, അളഗിരി, അവ എന്നെ ഏമാത്തിരിക്കടാ. അവന്റെ ഊര്, അവന്റെ ദേശം എല്ലാമേ എനിക്ക് ചുട്ടരിക്കണമടാ. എനിക്ക് വേണം, എനിക്ക് വേണവനെ. പെരുമാളണ്ണ சொல்லு, என்ன வேணும்? அண்ணன் மும்பிலான கொண்டுட்டேரா. നീ കെളുത്തുവായി പോടാ. இந்த கச்சோடத்துல எனக்கு என்ன லாபம்? சாபாஷ் கண்ணா, பெருமாளுக்கு பிடிச்சது வேலை முடிச்சதுக்கு அப்புறம் അളഗിരി അവ എല്ലാവരാലും വെറുക്കപ്പെടണം. അവനെ ചൂട്ട് കൊണ്ടിടണം. சண்டை போட்டியிருக்கு ஞானுமாய், இந்த பெருமாளுமாய். அவன் அறியல இந்த பெருமாள் யாருன்னு. போடா, சும்மா பேசக்கூடாது, செய்ய வேண்டும். எனக்கு வேண்டி நீ செய்ய வேண்டும். பெருமாளன் சொல்லும், நீ செய்யணும். என்ன புரிஞ்சுதா? சொல்ல வேண்டாம், செய்யும். பெருமாள் செய்யும். அதான்டா பெருமாள். തള്ളേ തള്ളേ പപ്പടി നല്ല ഉറക്കം തോന്നറാ, ഒന്നിനു വിളിക്ക്. അമ്മ ഉറങ്ങിയ അമ്മ? ഞാൻ അങ്ങനെ ഉറങ്ങോടാ മക്കളെ. എങ്ങനെയുണ്ടാ അവർ ഉറങ്ങണത്? ചാരം ചെല്ലാണ്ട് തള്ളുറങ്ങോ? തള്ളുറങ്ങിയൊന്നും ഞാൻ വെറുതെ ചോദിച്ചാണ്. അമ്മ വെള്ളം എടുക്കമ്മ. ഓ കേട്ടു. തൊട്ട് കിട്ടാൻ കൂടെ എന്തെങ്കിലും എടുത്തോളി. ഓ കേട്ടു കേട്ടു. അണ്ണാ അല്ല സ്വയംഭ സാധനം അണ്ണാ. എന്താ അണ്ണന്റെ ക്ലാസ്? എനിക്ക് ക്ലാസ്. ആളെ ക്ലാസ് ഒന്നും വേണ്ട, നീ എടുത്തോ. പിന്നെ വേണ്ട. നിനക്ക് ക്ലാസ് വേണോടാ? ഇനി ചോദിക്കരുത് കേട്ടാ. തള്ളക്ക് വെച്ചു കൊടുക്ക്.
എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, വേഗം ഒഴിച്ചു കൊടുക്കും. എന്നാ ആ കഴുകി കഴുകി. എങ്ങനെ ഉണ്ടമ്മ? ഉം, കൊള്ളാവോ? ഉം, കൊള്ളാം. ആ ഓ ഒന്നുകൂടെ കൊടുത്തോ. ഇത്തിരിയോടെ തരട്ടാ? ഒഴിച്ചോ ഒഴിച്ചോ. കുടിച്ചോ ആവശ്യമുള്ള എടുത്ത് കുടിച്ചോ കേട്ടാ. നിനക്കാണോടാ? ആ വേണം. ആ നീ ശാക്കെല്ലാം കുടിച്ചാ മതി. ഇതെന്തൊരു അച്ചാറ്? ഇനിയെങ്കിലും പറ തള്ളേ, ആരാണ് എന്റെ തന്ത? തള്ളേ പറ തള്ളേ, അതെനിക്ക് തന്തല്ലേ. നാട്ടുകാർ ചോദിക്കുമ്പോ ഞാൻ എന്താണ് പറയേണ്ടത്? ഷാരനെ കുടിച്ചിട്ട് കാര്യമില്ല. നാട്ടുകാരൻ ദേശക്കാരൻ ചോദിക്കുമ്പോ ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്ക് പറയാൻ മറുപടി ഇല്ല. ഞാൻ എന്ത് ചെയ്യും? പറ തള്ളേ. നിങ്ങളൊരു തള്ളേണ. ഒളിപ്പിക്കാതെ, ഒളിപ്പിച്ചിട്ട് കാര്യമില്ല. കാര്യം പറയും. അണ്ണാ നീ മുണ്ടരുത്. അണ്ണാ മുണ്ടടിക്കടാ പട്ടി. വഴക്ക് പറയണ്ട അണ്ണാ, വിഷമാവും. എന്റെ ആവശ്യം മനക്കാരോടാ. അളകിരി തന്നല്ലോ തന. അണ്ണൻ വിഷമിക്കാണ്. അത് ചോദിക്കുമ്പോ മറുപടി ഇല്ല. തള്ളങ്ങനെ ചാരായം വലിച്ചിട്ട് ആവും അങ്ങനെ ഇരിക്കും. അത് തള്ളക്ക് വിഷമാവില്ല അണ്ണാ. നിനക്കറിയില്ല എന്റെ വിഷമം. അണ്ണ വിഷമിക്കണ്ട അണ്ണാ. അണ്ണ വിഷമിക്കണ്ട അണ്ണാ. തള്ള അങ്ങനെയൊന്നും പറയണ്ട അണ്ണാ. ഇറങ്ങിപ്പോടാ. എന്താടാ സൗണ്ട് ചെയ്യാൻ പോടാടുന്നു. ഇറങ്ങിപ്പോടാ. കാലിരിക്കാറങ്ങി ഒരു തള്ള. എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവന്റെ ചോദ്യം കേട്ടില്ലേ? ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ ജീവനൊന്ന് പോയി കിട്ടിയാ മതി. എന്താണത്? ഇതാണ് മൈലാഞ്ചി. എന്നുവെച്ചാല് എന്ന് പറഞ്ഞ മെഹന്തി. ഇതെന്തിനാണിത്? ഇതേ എന്റെ കയ്യിലിട്ട് തരണം. പ്രേമത്തിന്റെ അടയാളമാ. പ്രേമ? എനിക്ക് പ്രേമിക്കാന്നറിയില്ല. എന്താണ് അളഗിരി, പരസ്യമായിട്ട് വഴിയിൽ നിന്നാണോടാ പ്രേമിക്കുന്നേ? അമ്മമാർക്കും പെങ്ങന്മാർക്കും നടന്നു പോകണ്ടല്ലേടാ? നീ പോടാൻ പറ. അമ്മമാർക്കും പെങ്ങന്മാർക്കും കാണാൻ പറ്റാത്തൊന്നും ഇവിടെ കാണിക്കില്ലടാ. എണീറ്റ് പോകുന്നുണ്ടോ അതോ ഞാൻ ചവിട്ടി പുറത്താകണോ? ആളകീറിനെ ചവിട്ട മാത്രം നീ വളർന്നോടാ മെമ്പറെ. എന്റെ പേര് അളകിരി എന്നാണല്ലേ? ഞാൻ ഇവൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കും. എന്ത് ചെയ്യണം നീ? പോടാ.
கொல்லாம். டேய் கண்ணா, அந்த அழகிரி வந்து ரொம்ப பிரச்சனை ഉണ്ടാക്കുന്നുണ്ടാ. அதுக்கு അവനെ ഇപ്പോ என்ன ചെയ്യും? അതായത് അവൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തണം. അതിന് என்ன வேணும் சொல்லு. പെരുമാളണ്ണ, யாரிது? கக்காடியாடா. கக்காடி சௌக்கியம் தானே? പെരുത്ത് സൗഖ്യണ്ണ. അന്നേക്ക് അന്ത പ്രശ്നം കാരണം അതിനുശേഷം അവൻ തറയിൽ കാല് കുത്താൻ സമ്മതിക്കണില്ല. ആ നായിന്റെ മോൻ. கக்காடி என்ன செய்தாலும் அதை யோசிச்சு செய்யணும். அல்லனா இந்த மாதிரி இருக்கும். അതെ അണ്ണ, ഇപ്പൊ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ഇപ്പം ദേ പുഴക്കരയിൽ ഇരുന്ന് അവൻ ഇംഗ്ലീഷുകാരെയും മൈലാഞ്ചിട്ട് കളിച്ചോണ്ടിരിക്കുക. കളിക്കട്ടെ കളിക്കട്ടെ, ഇനി അവൻ കൂടുതൽ കളിക്കില്ല. പെരുമാളണ്ണ, അവനെ നമുക്കൊന്ന് വിലക്കണം. எப்படிடா? ஒரு வழி சொல்லு. அதுக்கு ഞാൻ என்ன செய்யணும்? നാട്ടുകൂട്ടം കൂടണം. അതിന് അവൻ കുറ്റക്കാരനാവണം. ஏடா பஞ்சாயத்து பிரசிடண்ட், நீ இப்ப சொன்னது உன்னால முடியுமான்னு ஆத்தியம் காட்டுடா. நீ எப்படி பஞ்சாயத்து பிரசிடண்ட் ஆயிருந்த உனக்கு தெரியுமா? ஏன் பணம் அப்படி இப்படி ஒன்னு சொல்லி என்ன ஏமாத்தண்ட. லகிரி நாய. അയ്യോ, എണീക്കടാ. എന്താണടാ ഇത്? അവരെന്നെ അടിച്ചെണ്ണ. എന്തിന്? അത് എനിക്ക് കാണണ കുറച്ചൊരു ധാരണ. കുന്താ, എന്താണ് ഇന്ന് തള്ളക്ക് ചാരാൻ കൊടുക്കണില്ല. അതാണ് നമ്മൾ ഇവിടെ നിന്ന് കുടിക്കുന്നത്. തള്ള ഉറങ്ങണ്ടെന്ന്. എന്താ വെച്ചാല് തള്ളോട് തന്താരാണ് തള്ളേ തന്താരാണ് തള്ളേന്ന് ചോദിക്കുമ്പോ തള്ളക്ക് മറുപടി ഇല്ല. ഇനി അത് പറയട്ടെ, അതുവരെ തള്ളക്ക് ചാരാൻ കൊടുക്കില്ല. എന്തേ നീ എന്ത് പറയണ്ടാ? മാമ മാമ അമ്മമ്മ അനങ്ങാണ്ട് കിടക്കണം. എന്താ കുന്തി മോളെ പറയണത്? കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും കരയുന്നുണ്ട്. അവര് പറയാണ് അമ്മമ്മ ചത്തെന്ന്.
അളഗിരി അണ്ണ, അമ്മ പോയണ്ണ. അപ്പോ തള്ള പോയി. ഇനിയിപ്പോ അളഗിരി ചോദിക്കുമ്പോ തന്താര തന്താര എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി വരണ്ടല്ലോ. ഒന്നും മുണ്ടാണ്ട് പോയില്ലേ? നാട്ടുകാര് തന്നെ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയണം? തന്ത തരേണ്ടതിന്റെ ചോദിക്കുമ്പോ ഞാൻ എന്താണ് പറയേണ്ടത്? ഇനി ആരോടെ ചോദിക്കുക? ആരുമില്ല. അളഗിരി ഒറ്റയ്ക്കായി. കമലാക്ഷിക്കറിയോ, ഈ തള്ള എന്നെ വളർത്താൻ വേണ്ടി കണ്ണപ്പന കഷ്ടപ്പെട്ടിട്ടുണ്ട്. തള്ള കഞ്ഞിവെള്ളം കുടിച്ചിട്ട് എനിക്ക് ചോറ് തന്നിട്ടുണ്ട്. അറിയോ, ഒരു ദിവസം അതെനിക്ക് 8 വയസ്സാണ്. എനിക്ക് വിശന്നിട്ട് വയ്യ. തള്ളേ വല്ലതും ഉണ്ടോ തിന്നാൻ ചോദിച്ചപ്പോ മകനെ കഞ്ഞി വേണ്ടാ ഇപ്പൊ ആവും എന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോ തള്ള ഒരു കാലത്തിൽ ഇങ്ങനെ ഇളക്കുന്നുണ്ട്. അതില് വെള്ളം മാത്രമേ ഉള്ളൂ, അരിമണിയില്ല. അന്നിറങ്ങി പുറത്തേക്ക്. പിന്നെ ഈ തള്ളക്ക് എന്ത് തള്ള ചോദിച്ചാലും ഞാൻ ചെയ്തു കൊടുക്കും. ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. നീ എന്നെ തള്ളെ വിളിക്കല്ലോ. എന്താ നീ മകനല്ലടാ റുമ്മാ നിൻറാ ചോദിക്കും. എനക്ക് ഒരു ആഗ്രഹം മാത്രമാണ് അളകിന് സാധിച്ചു കൊടുത്തിട്ടില്ല ഈ തള്ളക്ക്. മതിയിട്ടിരിക്കുമ്പോ ഒന്നും പിടിക്കാനെനിക്ക് പറ്റില്ലല്ലോ. ഇത്ര ക്രൂരനായി പോയല്ലോ. ഇത്ര പെട്ടെന്ന് മരിക്കുന്നു വിചാരിച്ചില്ലോ. No. അണ്ണാ കരയല്ലേ അണ്ണാ. അണ്ണാ
ഞാനുണ്ട്. അമ്മ പോയി. അത് അമ്മ പോയപ്പോ അളകിന് ഒറ്റയ്ക്കായി. അമ്മ സ്റ്റാൻഡായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഞാൻ പുറത്തേക്ക് കാണിച്ചില്ല. സ്നേഹം വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ക്രൂരമായിട്ട് പെരുമാറി. ഇത്ര പെട്ടെന്ന് മരിക്കുന്ന ആളെ വിചാരിച്ചില്ല. അഴഗിരി, അഴക്കൂടാതെ, അഴക്കൂടാതെ. പറഞ്ഞിട്ട് കാര്യമില്ല. പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും, വലിയ ആളാവും, പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അമ്മ പറഞ്ഞില്ല. ആ വിഷമത്തില് നെഞ്ചുരുകി, നെഞ്ച് പൊട്ടി മരിച്ചിട്ടുണ്ടാവും. എവിടെ പോയി കഴിയും കളയും മാമി ഞാൻ ഈ പാവങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഞാനുണ്ട് കൂടെ. മുത്തശ്ശ, എന്താ മോളെ? അളഗിരിയുടെ അച്ഛനാരാ മുത്തശ്ശ? പറയ് മുത്തശ്ശ, ആരാ അളഗിരിയുടെ അച്ഛൻ? മോള് പോയി മുത്തശ്ശനൊരു ചായം കൂടെ എടുക്കുക. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം തായോ, എന്നിട്ട് ചായ തരാം. മുത്തശ്ശ, എന്താ പറ്റേ? ഒരു നെഞ്ചു വേദന പോലെ. ഒന്നുമില്ല. പിറന്നു മണ്ണിൽ യാതനയേറെ സഹിച്ചു വിണ്ണിൽ. വാപ്പ ഇന്നെവിടെ, ഉമ്മ ഇന്നെവിടെ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ. കലിതുള്ളും ലോകത്തിൻ മുൻപിലായി നിന്ന് കേഴുന്നുറപ്പേ കനിവിനായി. പാപ്പാനെ ഉമ്മാനെ ഒരു നോക്കു കാണാൻ പരനെ വിധി എന്നിലേകിടണേ, പരനെ വിധി എന്നിലേകിടണേ. യതീമായി പിറന്നു മണ്ണിൽ യാതനയേറെ സഹിച്ചു വിണ്ണിൽ. ബാപ്പ ഇന്നെവിടെ, ഉമ്മ ഇന്നെവിടെ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ. കണ്ണീർ കയത്തിലെന്നീറും മനസ്സ് കാണാനായി ദുനിയാവിലിന്നാരുണ്ട്. കരഞ്ഞു കരഞ്ഞെന്റെ കണ്ണുനീർത്തുള്ളികൾ കടലായി നീങ്ങുന്നു ഇന്നുമെന്നും, കടലായി നീങ്ങുന്നു ഇന്നുമെന്നും. യതീമായി പിറന്നു മണ്ണിൽ യാതനയേറെ സഹിച്ചു വിണ്ണിൽ.
ബാപ്പ ഇന്നെവിടെ, ഉമ്മ ഇന്നെവിടെ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ. അലറിയടുക്കുന്ന കടലേ നീ കണ്ടോ, അവൻ നിന്നോടെന്തോ ചൊല്ലിയിടുന്നോ. ബാപ്പാനെ ഉമ്മാനെ ഒരു നോക്കു കാണാൻ, പരനെ വിധി എന്നിലേകിടണേ, പരനെ വിധി എന്നിലേകിടണേ. യത്തീമായി പിറന്നു മണ്ണിൽ, യാതനയേറെ സഹിച്ചു വിണ്ണിൽ. ബാപ്പ ഇന്നെവിടെ, ഉമ്മ ഇന്നെവിടെ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ, ഒന്നെന്നെ കാണിക്ക് തമ്പുരാനേ. ഞാനാണ് അളഗിരി ചെട്ടിയാര്. നിന്നെ പോലെ തന്നെയാണ്, തന്തയില്ല തള്ളയില്ല, അമ്മപ്പ മരിച്ചുപോയി. മോള് ശ്രമിക്കണ്ട. ഇന്നു മുതൽ ചെട്ടിയാർ താമസിക്കലാണ്, ഒന്നും പഠിക്കണ്ട. അളഗിരി ചെട്ടിയാര് എൻ്റെ മോളെ പോലെ. വാ. കണ്ണപ്പാ, മോളുടെ കൊളി കഴിഞ്ഞു, തലതോർത്താൻ കൊണ്ടുവാ. ദാ വരുന്നു മോളെ. മോളെ, ഞാൻ വന്നിട്ട് കുളിപ്പിക്കൂലായിരുന്നോ? ഇതിപ്പോ പനി പിടിക്കൂല എന്റെ അപ്പാ. ഈ കണ്ണപ്പന്റെ ഒരു പേര്, എനിക്ക് പനി ഒന്നും പിടിക്കൂല. മോൾക്കത് പറയാം, വാ. കണ്ണപ്പൻ കഞ്ഞെടുക്കുമ്പോഴേക്ക് മോള് എടുപ്പ് മാറുക കേട്ടാ. മോളെ കുന്തി, കഞ്ഞി കുടിക്കേട്ടാ. കുറച്ചും കൂടെ കുടിക്കു നീ. കണ്ണപ്പൻ തറ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടാ. അപ്പോഴേക്ക് മോളെ 4 അക്ഷരം പഠിക്കണം കേട്ടാ. പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങരുത് കേട്ടാ. കണ്ണപ്പന്റെ ഒരു പേടി. കണ്ണപ്പൻ വരാൻ വൈകിയാല് മോള് വിളക്കത്തിക്കണം കേട്ടാ.
കുന്തി മോളെ കുന്തി മോളെ മോളെ കുന്തി 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 എന്റെ മാരിയമ്മ, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? അണ്ണാ, കുന്തിയെ കാണാനില്ല. എന്താണ് നീ പറഞ്ഞത്? പോയി നോക്കണം, അവിടെ ഉണ്ടാവടാ. അണ്ണാ, എനിക്ക് പേടിയാവണം അണ്ണാ. കുന്തി അന്നേക്ക് ചേനം പറഞ്ഞതിനും കാര്യമുണ്ടണ്ണാ. നമുക്ക് പോയി നോക്കാണ്. പോയി നോക്കണ്ണ. പോകണ്ണ. ശരിയടാ, വാടാ. അളഗിരിയാണ്. എന്റെ മോള് അവളെ ആരാട്ടാ കണ്ടമാവാതെ വിളിച്ചോണ്ട് അവളെ അപ്പനും അമ്മയും ഞാനായിരുന്നു. അറിയാണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവനെ കൊല്ലണോ അവനെ? അമ്മയാരാണ് പെങ്ങന്മാരാരാണെന്ന് അറിയാത്ത നായ്ക്കൾ ചുട്ടുകൊല്ലട്ടാ ഞാൻ. എന്റെ കണ്ണും കൂട്ടോ, ഞാൻ നിന്നോട് പറയട്ടടാ. ഞാൻ അവനെ നിന്റെ മുന്നിൽ കൊണ്ടുവരാം. കൊല്ലു നീ അവനെ. പറ, ഞാൻ ചെയ്യാം. പച്ചക്ക് ചുട്ടുവല്ലതായില്ല മോനെ. ചെയ്യാം. കൊല്ലു ഞാൻ. കൊല്ലണം അവനെ. എനിക്ക് അവനെ ചുട്ടുവല്ലണം. ഇനി ഞാൻ തെറ്റായി ആവർത്തിക്കരുത്. ചുട്ടുവല്ലണം തായില്ല മോനെ. അയ്യോ ഞാനല്ല, പെരുമാൾ മാറി കിടക്കണം. അയ്യോ പെരുമാൾ അയ്യോ
അവന്റെ കൈ കെട്ട്, അവന്റെ കാല് പിടിച്ച് കെട്ടാൻ, അവന്റെ കാല് കെട്ടാനാ, കാല് രണ്ട് ചേർത്ത് വെക്ക്. ഉണ്ടാണ്ടിരുന്ന എടുത്ത് ചൂളേക്കിറ. ചൂളേക്ക് ഇതൊരു നായിന്റെ മോണം. ഇങ്ങനൊന്നും ചെയ്യാൻ തോന്നരുത്. ഇത് അളകിരിന്റെ കോടതി വിധിക്കണ ശിക്ഷ. മിണ്ടാതെ കിടക്കടാ നീ. നിന്നോടല്ലേ പറഞ്ഞത് നിനക്കിതല്ല പന്നീന്റെ മോൻ. എടുക്ക്, എടുക്കടാ ഇങ്ങോട്ട്, എടുക്കടാ, എടുക്കടാ ഇങ്ങോട്ട്. ഒരു പിഞ്ച് കുഞ്ഞിനെ നടന്ന് ഈ പിച്ച് ചീണ്ടിയത്. എടുക്കടാ പെട്ടെന്ന്, പച്ചക്ക് ചുടുന്നില്ല ഞങ്ങള്. എടുക്ക് വേഗം, എടുക്ക്, അവനെ കൊല്ലണം. എടുക്ക്, എടുക്കടാ, ഇറങ്ങടാ, ഇറങ്ങടാ നീ ചൂളേന്ന് ഇറങ്ങടാ, 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 ഇറങ്ങടാ അവിടെ നിന്ന്. വേഗം എടുക്കണ്ട, എടുക്ക്. ചൂളക്ക് തീ കൊടുക്കടാ. കൊളുത്തടാ. കത്തിക്കടാ, കത്തിക്കടാ അങ്ങോട്ട്, കത്തിക്കട ചൂളക്ക്. കത്തിക്ക അങ്ങോട്ട്. കുന്താ അമ്മ മരിച്ചിട്ടും അളഗിരി മറ്റുള്ളവർക്ക് വേണ്ടി വഴക്കിട്ട് നടക്ക. നാട്ടുകാർക്ക് വേണ്ടിയാ അവന്റെ പൊരുതികളൊക്കെ. അവന്റെ വിപ്ലവവീര്യം ഒരിക്കലും കുറഞ്ഞില്ല, കൂടിയതേ ഉള്ളൂ. മുത്തശ്ശ, അളഗിരിയുടെയും കൂട്ടരുടെയും പ്രേമം എവിടെ വരെ എത്തി അത് പറയും. ധൃതി വയ്ക്കാതെ കുട്ടി, പറയാം. അതാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും കേൾക്കുക. നാട്ടുകൂട്ടൻ കൽപ്പിക്കുന്ന എന്തെന്നാൽ, സൊല്ലട്ടുമാ, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് നാട്ടിലൂടെ ഇറങ്ങിടക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോ. പെണ്ണുങ്ങളുമായി പോരയിലോ വഴിയിലോ ഒന്നും ഇല്ലാതെ കെട്ടിപ്പിടിച്ച് നടക്കാണ് അവനും അവന്റെ കൂട്ടുകാരും. ഇതിനെതിരെ ചോദിക്കാൻ ചെല്ലുന്നവരെ അളഗിരി തല്ലുന്നു. ഇതെന്താണിത്? നമുക്കിവിടെ കുടുംബത്തോടെ ജീവിക്കണ്ടേ? ഇതൊക്കെ കണ്ടില്ല എന്നടിക്കാൻ നാട്ടുകൂട്ടത്തിന് കഴിയില്ല. ഇനിയും ഈ പ്രശ്നം വളരാതിരിക്കാൻ ഈ നാട്ടുകൂട്ടം ഉപകാരപ്പെടും. ആ അളഗിരിയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അളഗിരിയുടെ തന്നിഷ്ടപ്രകാരമുള്ള ഈ തീരുമാനങ്ങൾക്ക് ഇവിടെ
യാതൊരു വിലയും ഈ നാട്ടുകൂട്ടം കാണുന്നില്ല. ആന அந்த அழகிரிக்கு இந்த நாகச்சேரி கிராமத்தில் நிന്നും பச்சை தண்ணி கூட கொடுக்க கூடாது. இது ஏன் கல்பனை புரிஞ்சுதா? കഴിക്കാനും കുടിക്കാനും ഏതാവത് വേണമെന്ന് വെച്ച അടുത്ത ഗ്രാമത്തിൽ പോയി വാങ്ങണം. അളഗിരിക്ക് മാത്രമല്ല അളഗിരിയുടെ കൂട്ടുകാർക്കും ഇത് ബാധകമാണ്. എന്നടാ പഞ്ചായത്ത് പ്രസിഡന്റ് പഠിച്ച நான் வந்து பெருமாளனன் ஆசைப்பிரகாரம் அந்த அழகிரியை பிடிக்க போகிறது. பெருமாளண்ணன் என்ன ஆசீர்வாதம் பண்ணணும். ஆசீர்வாதവും கீசீர்வாதവും ഒക്കെ ഇരിക്കടാ. നീ அந்த അളഗിരിയ இதோட முடிச்சிடணும். அதுதான் என்ன ஆசை. சொல்லு சொல்லு നാട്ടുകൂട്ടത്തോട് சொல்லடா. ഇപ്പൊ നാട്ടുകൂട്ടം കൂടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇനിയും ഒരു പ്രശ്നം വളരാതിരിക്കാൻ ഈ നാട്ടുകൂട്ടം ഉപകാരപ്പെടും. അളഗിരിയാണ് നമുക്കിപ്പോഴത്തെ പ്രശ്നം. അളഗിരിയുടെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനം ഒരിക്കലും യാതൊരു വിലയും இந்த നാട്ടുകൂട്ടം കൽപ്പിക്കുന്നില്ല. നാട്ടുകൂട്ടം അണ്ണനെ ഊരുവലക്കി. അളഗിരിക്കെതിരെ നാട്ടുകൂട്ടങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ അളഗിരി പറയുന്നത് നാഗശ്ശേരിയിൽ നാളെ ചുംബന സമരം. പെരുമാളണ്ണ அந்த அழகிரியோட ചുംബന സമരം നമുക്ക് பார்க்கணும். ഓക്കേ, சீக்கிரம் விடடா. നമ്മുടെ തോട്ടമെല്ലാം பார்க்கணும்ண்ணா. മെമ്പറെ, ഓ, ഇന്നോട് അളഗിരിയെ ജീവനോടെ കുത്തി മലത്തണം. അത് ഞാൻ ഏറ്റണ്ണ. ഓക്കേ ഓക്കേ. കാമാക്ഷി, നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയെങ്കിലും പറ, ആരാണ് നീ? ചിലപ്പോ ഞാൻ മരിച്ചെന്ന് വരും. ഇനിയെങ്കിലും പറ, ആരാണ് നീ ശരിക്കും? ഞാനാണ് നിന്റെ കാമിനി. അഴകിരിക്കറിയില്ലേ? നമ്മളീ നാട്ടിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവർ. കാമിനിയാണോ നീ? കാമിനി, നമ്മൾ ചിലപ്പോ മരിച്ചെന്ന് വരും. നിനക്ക് ഭയമുണ്ടോ? നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളിപ്പോ 3 പേരുണ്ട്. ഞാനിപ്പോ ഗർഭിണിയാണ്. അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്. നീ ഇവിടെ നിൽക്കണ്ട. മെമ്പറെ, யாரடா அழகிரிக்கு இந்த புத்தி சொல்லி கொடுத்தது? நமക്കൊക്കെ അമ്മയും പെങ്ങളും ഇല്ലടാ. இந்த ചുംബന സമരം ഇങ്ങ നടക്ക മാട്ടേ. ഈ പെരുമാൾ ഉള്ളപ്പോ കുത്തല. അണ്ണേ, മെമ്പറെ കുത്തല. ശരി അണ്ണേ. നായേ മലക്കട. സാമ്രാജ്യത്വത്തിന്റെ കാവൽ പട്ടി നിന്നെ പോലുള്ളവർ ഇല്ലാണ്ടാക്കാൻ ഈ അളഗിരി ഉയരും രക്തവും മാംസവും കൊടുക്കുന്നുണ്ടോ? അളഗിരി നായേ
നീ யாரெடுத்தடா കളിச்ச இந்த பெருமாள் எடுத்தா ആമിനി അളഗിരിക്ക് ഭൂമിന്ന് സമയം നമ്മുടെ കുഞ്ഞിന് അതാണ് പെണ്ണായൻ എന്തുപോലെ ഈ നാട്ടിലെ പാവപ്പെട്ട നമുക്ക് വേണ്ടി പോരാടാൻ അവരെ പണി വയ്ക്കണം. மறந்துட்டடா எவ்வளோ ஆட்டம் ஆடி இருக்கடா இந்த ஊரில். முன்னாடி நீ என்னடா சொன்ன? பெருமாள் கொலையாட்டினா ഇത് പെരുമാൾതാനടാ. ഇത് പെരുമാളുടെ സാമ്രാജ്യം. ഇത് പെരുമാളും പഞ്ചായത്തും നാട്ടുകൂട്ടവും ചേർന്ന അതൊരു പെരിയ സാമ്രാജ്യം താനടാ. അതുക്ക് മേലെ പരുന്തും പറക്ക മാട്ടേ. അഴகிரி உன்னை போல எவ்வளோ அழகிரிமாரி வந்தாலும் குத்தி மலத்திடுவாரா. இந்த ஊரில் இனி இந்த பெருமாளும் மட்டும் தானடா ராசாவு. தக்காடி பிரச்சிட்டு தூக்கி எடுத்த சூளை போடா இந்த நாயை. இத்தாண்ட பெருமாள், இத்தாண்ட பெருமாள். ഇനിയെങ്കിലും പറയൂ മുത്തശ്ശ, ആരാണ് ഈ അളഗിരി? മുത്തശ്ശന്റെ ആരാ അളഗിരി? എന്റെ മോനായിരുന്നു ഈ പ്രഭാകര വേണോന്നി. കുശാവസ്ഥയിൽ ജനിച്ച മകൻ ഒന്നുമോൾ റിയൽ പോലും ഞാനവൻ മോളെന്ന് വിളിച്ചില്ല. അസമത്വത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും പോരാടി അധീരനായ വിപ്ലവകാരി യുദ്ധകളത്തിൽ മരിച്ചു വീണു. അവന്റെ ചോര വീണു മണ്ണിൽ നിന്നും 1000 പേർ ഉയർത്തെഴുന്നേൽക്കട്ടെ. അവന്റെ ചോര പുരണ്ട വസ്ത്രങ്ങൾ ചെങ്കുടികളാവട്ടെ. അപ്പോ അളഗിരി എന്റെ ചെറിയച്ഛനായിരുന്നല്ലേ? മുത്തച്ഛൻ എങ്ങനെ ഇങ്ങനെ ദുഷ്ടനാകാൻ കഴിയുന്നു? ഇങ്ങനെ ഒരു ചെറിയച്ഛൻ ഉണ്ടായിരുന്നു എന്നറിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ധീരനായ ആ വിപ്ലവകാരിക്ക് അഭിവാദ്യങ്ങൾ. ചുംബന സമരം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. നാളെ തിരുവനന്തപുരത്ത് ചുംബന സമരം.